love me. Tell me pretty lies, look me in the face. Tell me that you love me. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോയിലാണ് ഇരിക്കുന്നത്. അപ്പം FC മൊബൈലിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ FC മൊബൈൽ നിർത്തി. അപ്പം നമ്മളെ വുട്ടോട്സ് ചാപ്റ്റർ പിന്നെയും വന്നിട്ടുണ്ട്. വുട്ടോട്സ് ചാപ്റ്ററിൻ്റെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഐക്കോൺ ചാപ്റ്റർ വെക്കാം ഗൈസ്. എന്താ പുതിയ വാക്കോട്ടൊക്കെ വന്നു ഗൈസ്, പുതിയ വാക്കോട്ടൊക്കെ വന്നു. ആടെ വശത്ത് കൊള്ളൂല്ല ഗൈസ്. നേരത്തെ ആയിരുന്നു സെറ്റ് വാക്കോട്ട് പ്ലെയറിൻ്റെ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വന്നിരിക്കുന്ന വുട്ടോട്സ് ചാപ്റ്റർ 4500 ജെംസ് ഗൈസ്. ഉമ്മാറ്റാ വിറ്റ് കാശ് തോൽപ്പിച്ചത്. നമ്മളിലധികം ഷാർട്ടോ 9000 ജെംസും കൂടെ ഉള്ളൂ. നമുക്ക് കുറച്ച് ഇത് തുറക്കാം. വുട്ടോട്സിൻ്റെ തുറക്കണം, ഐക്കോണിൻ്റെ തുറക്കണം ഗൈസ്. ഇപ്പം കമൻറ്റ് ചെയ്യുന്നത് ഏത് തുറക്കണം കൺഫ്യൂഷൻ. ഒരു വുട്ടോട്സും കൂടെ തുറന്നേക്കാം ഗൈസ്. കിട്ടുമോ നോക്കാം എന്തെങ്കിലും. പിന്നെ ഇപ്പം കിട്ടും നോക്കി ഇന്ന് തേങ്ങ. അതിൻ്റെ ജസ്റ്റ് 2 പാക്ക് തുറക്കാം. 4000 8000 9000 ജെംസ് വേണം ജസ്റ്റ് 2 പാക്ക് തുറക്കാൻ. പോകുമ്പോ അതിന് വരും 2 പാക്കിന് വരും. അവിടെ നമുക്ക് മറ്റേതിനകത്ത് 3 പാക്ക് തുറക്കണം. ചുമ്മാ കൊള്ള പൈസ. പിന്നെ ഡെയിലി സെയിലുണ്ട് 3000 ജെംസിന് നമുക്ക് കിട്ടും. പക്ഷെ അത് വേർത്തല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ വുട്ടോട്സിന് ആ പാടെ വേണ്ടത് എൻ്റെ മെസ്സി കുട്ടനെയും റൊണാൾഡോനെയൊക്കെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ എൻഡു ആക്കുവാണ് പാക്ക് ഓപ്പണിങ്. അതുകൊണ്ട് ഇനി അതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ വൗച്ചർ തുറക്കാം. 2000 ഡെയിലി വൗച്ചർ. അവിടെ 2 എണ്ണം കിട്ടി ബ്രോ. മറ്റേതിനകത്തും കിട്ടി, ഇതിൽ നിന്നും കിട്ടും. ഡെയിലി വൗച്ചറിൽ നിന്ന് 2 എണ്ണം. അപ്പം 2 പാക്ക് തുറക്കാം. അപ്പം എന്തെങ്കിലും കിട്ടുമോ നിങ്ങളിപ്പോൾ പോയി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ പുതിയ ഇവൻറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയുക ഗൈസ്. വേറെ ഒന്നും വന്നില്ല. മെയിനായിട്ട് വുട്ടോട്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചാപ്റ്റർ പിന്നെ ഇത് വന്നേ ടീം ഓഫ് സീസൺ. ഇതിൻ്റെ എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യണം. എനിക്കാണെങ്കിൽ ഞാൻ ഉപയോഗിക്കാതെ കുറേ ടാഗ് കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് 112 113 ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ 116 ഒക്കെ ടാഗ് കിട്ടും. അപ്പോൾ അത് മാക്സിമം വേർത്താണ് ഗൈസ്. എല്ലാവരും ട്രെയിൻ ചെയ്യുന്നത്. ബുണ്ടസ്ലീഗ് ഒട്ടുമില്ല കേട്ടോ എനിക്ക്. സോറി കുറേ ഉണ്ട്. ഞാൻ 22 അടിക്കാൻ പോവാണ്. ഇതന്നെ 0 വരുന്നത്. ഞാൻ 0 അടിക്കുന്നില്ല. 22 ടാഗുണ്ട്. ഫുൾ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തേക്കാം ബ്രോ. ഹിയർ വി ഗോ. അപ്പോൾ ഫുൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇനി FC മൊബൈലിലെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയാം ഗൈസ്. എന്തായാലും ഞാൻ നിർത്തുവാണ് കുറച്ച് നാളത്തേക്ക്. തിരിച്ചു വന്നിരിക്കും ഗൈസ്. നമ്മൾ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നൊരു വീഡിയോ നമ്മൾ പൊളിയായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിടണം. ബിക്കോസ് കം ബാക്ക് ഈസ് ഫോർ അസ് ഗൈസ്. നമ്മൾ കം ബാക്കിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു നമ്മുടെ FC മൊബൈൽ കരിയർ ഒന്നും കൂടെ നിർത്തുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഓരോ സംഭവം പോലെ. വീഡിയോസൊക്കെ വരുന്ന ഗൈസ്. FC മൊബൈലിൻ്റെ അല്ല, വേറെ ഗെയിംസിൻ്റെ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ വന്നിരിക്കും. നിങ്ങൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. വേറെ ഗെയിംസൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസൊക്കെ കാണണം. 2 എണ്ണം കിട്ടിയില്ല. അപ്പോൾ 113 കളസ് കിട്ടി. അപ്പം വേറെ ഒന്നുമില്ല. വേറെ അത്യാവശ്യം ഒന്നും വന്നില്ല ഗൈസ് ഈ ഇവൻസിൽ. ഈ ലീഗ് ടോക്കൺ അതെനിക്കില്ല, അതുകൊണ്ട് വേറെ ഒന്നും വന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് നേരെ നമുക്ക് ആ പാക്ക് തുറന്നേക്കാം ഗൈസ്. നമുക്ക് ഡ്രാഫ്റ്റ് തുറക്കാം. ഹൈക്കോണ്ട ഡ്രാഫ്റ്റ് തുറന്നേക്കാം ഗൈസ്. 2 എണ്ണം കൂടെ തുറന്നേക്കാം. ഒന്നാമത്തെ തുറന്നു, ഒന്നും കിട്ടിയില്ല. 114 പവൽ ഒഴിച്ച് കിട്ടി. പിന്നെ 2ാമത്തെ ബാക്ക് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് അടിച്ച് എന്തോ കോസ്റ്റിലെന്തോണ്ട് നമുക്ക് ആ 200 ജെംസും ക്ലെയിം ചെയ്താൽ. പിന്നെ എല്ലാവരും എൻഡ് ഓഫ് സീസൺ കളിക്കുന്നവരൊക്കെ ക്ലെയിം ചെയ്തു ഗൈസ്. ഞാൻ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ കളിക്കാൻ പോകുന്നില്ല. കുറച്ച് പരിപാടീസ് ഉണ്ട്, അതുകൊണ്ട് പ്ലാൻസ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്നവരൊക്കെ കളിച്ചോ. നല്ല ഇവൻ്റൊക്കെയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം. പക്ഷെ കളിക്കാൻ പറ്റില്ലടായിരിക്കും. ഓടാ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എല്ലാവരും മോനാ നല്ല ചാപ്റ്ററാണ് ഗൈസ്. എക്സ്ചേഞ്ച് നോക്കി ഗൈസ്. എംബാപ്പയുടെ 124 കാർഡ്, റൊണാൾഡോ, ആളഞ്ച്, പെഡ്രി, ഗബ്രി എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. എനിക്ക് അവൻ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ട് ഗൈസ്. നല്ല ആഗ്രഹമുണ്ട് അവൻ വുട്ടോട്സ് ഫേഴ്സ് എടുക്കണമെന്ന്. പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കൂല ഗൈസ്. അതിൻ്റെ എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യും. കാർഡ്സൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കും. എനിക്ക് 2 ദിവസം കൂടെ വല്ല കളിക്കൂളൂ. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ദിവസം കൊണ്ട് വല്ലതും കിട്ടി, അല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നോക്കാം ഗൈസ് വല്ലതും കിട്ടുമെന്ന്. കിട്ടിയാൽ പറഞ്ഞേക്കാം ഗൈസ്. എനിക്ക് എൻ്റെ കയ്യിലുണ്ട് ഗബ്രിയൽ. പിന്നെ ആണെങ്കിൽ കുറച്ച് കാർഡ്സുകൾ കൊടുക്കണം, അത് വാണി. പിന്നെ വേറെയുള്ള കുറേ ഡേവിഡ് റയുടെ കാർഡൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് കാർഡ്സ് ഇല്ല ഗൈസ്, അതാണ് വിഷയം. നമുക്കിത് എക്സ്ചേഞ്ച് ഇല്ല ഗൈസ്. നമുക്ക് എത്ര ചാർട്സ് കിട്ടും ഗൈസ്? എത്ര ചാർട്സ് കിട്ടി? നമ്മുടെ ഇപ്പോൾ 900 സംതിങ് ചാർട്സ് അങ്ങനെ ഉണ്ട് തോന്നുന്നു. അതെ, 9300 ചാർട്സോളം ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 117 എടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് സ്പിൻ ചെയ്യണം. കുറേ പരിപാടിയുണ്ട്. നമുക്ക് ആദ്യം 117 മേടിക്കാം.
പക്ഷോ എന്താണ് ഇതവിടെ 0 വരുന്നത് എന്തിനാ? നമ്മൾ 117 എടുക്കാം. നമുക്ക് ഒരു ഏറ്റവും ജീപ്പസ് 117 അതാണ് എനിക്ക് അവനാന്ന് തോന്നുന്നു. നമ്മുടെ റൊസിസ്കി ആണെന്ന് തോന്നുന്നു. ഈ 5000 ഷാർട്സിന് കിട്ടുന്നത് ഏറ്റവും ജീപ്പസ്റ്റ് അതാന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും എൻ്റെ വേസ്റ്റ് ഗാലറി കിടക്കട്ടെ. അവിടെ 1000 നമ്മളിതാക്കിയിട്ടുണ്ട്. 1000 നമ്മൾ XP ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1000-ലാണ് നമ്മൾ ഈ സ്റ്റോട്ട്സ് കംപ്ലീറ്റ് ആക്കിയത്. ഇനി നമുക്ക് 116 മേടിക്കാം. 116 വേണം, 115 വേണമല്ലേ? ഇതിലുള്ള ഷാർട്സ് കാട്ടുമോ എനിക്ക് അറിഞ്ഞൂടെ. 3000 ഉള്ളൂ ഇനി മിച്ചം. പോടാ, ഇല്ല നമ്മൾ 1000 മേടിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും ചീപ്പസ്റ്റ് കോക്ചു ആണെന്ന് തോന്നുന്നു, 2400. അപ്പം കോക്ചുവിനെ അങ്ങ് എടുത്തേക്കാം. കോക്ചുവിനെനിക്ക് പണ്ട് കെട്ടിയതാണ്. ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പൊട്ടത്തിലും കാണിച്ചു ഗൈസ്. ഇനിയിപ്പോൾ അത് ഒന്നും കൂടെ മേടിക്കണം. അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രോസസ്സായിട്ട് തുടങ്ങി ഗൈസ്. അപ്പം വേറെ ഒന്നും നമുക്കില്ല. എക്സ്ചേഞ്ച് നിങ്ങൾ ആണ് എക്സ്ചേഞ്ച് നല്ല എക്സ്ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. കുറേ കാർഡ്സ് നമുക്ക് എക്സ്ചേഞ്ച് നമുക്കിവിടെ ഉള്ള കൂട്ടോട്ട്സ് ആക്കി മാറ്റാം. എനിക്ക് ഗബ്രിയലാണ് മാക്സിമം വേണമെന്ന് ആഗ്രഹം. പക്ഷേ എന്തായാലും അത് കൃത്യം റാങ്കപ്പും ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ കാർഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഗബ്രിയലിൻ്റെ 122 OVRൻ്റെ ഗബ്രിയൽ സീൻ കാർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായം പറയും. പിന്നെ ഡൈവറേ ഉണ്ട് അവൻ്റെ ഒരു OVR കൂട്ടി തന്നെ അതിൻ്റെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ അതിന് 117 വേണം, 117. പിന്നെ റെഡ് റാങ്കും വേണം. അയ്യോ പറയാണ്ട് വേണം. നോക്കാം ഐസ് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും നോക്കാം. പിന്നെ മെസ്സിയുടെ കാർഡ്, പിന്നെ വേറെ എൻ്റെ ഉള്ളത് ഇതൊന്നും എൻ്റെ ഇല്ല. ഇതൊന്നുമില്ല. സുവാരസിൻ്റെ കാർഡുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് 180 കാർഡാണ് സുവാരസ്. എൻ്റെ 117 അപ്പോൾ അത് മാക്സിമം ആക്കാൻ വേണ്ടി നല്ല പൈസ ഒട്ടിക്കേണ്ടി വരും. നല്ല പൈസ അല്ല, നല്ല കാർഡ് വേണ്ട വരും. നമ്മുടെ അത്ര കാർഡൊന്നുമില്ല. നിക്കോപാസൊക്കെ എൻ്റെ നിക്കോപാസ് കൈസ് 116 എങ്ങാണ്ടല്ലായിരുന്നു. നിക്കോപാസിന് വേറെ കാർഡുണ്ടായിരുന്നു. പൈസ നമുക്ക് ഇത്ര അടിക്കാൻ പറ്റുള്ളൂ. സോറി ഫോർ ദാറ്റ്. നമുക്ക് അഫിജാമിയൊന്നും അടിക്കാൻ പറ്റിയില്ല. എനിക്കറിയാമായിരുന്നു ഞാൻ വളരെ മോശമായിട്ടാണ് കളിച്ചത്. ഒരു കംബാക്ക് സീസൺ പറ്റിയില്ല, നല്ലപോലെ കളിക്കാൻ പറ്റിയില്ല. പെപ്സി മൊബൈൽ കംബാക്ക് ഒട്ടും തീയിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നു. സാലൈസ് അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. അടുത്തൊരു കംബാക്ക്. അത് ഈ അക്കൗണ്ടിൽ വേണം, വേറൊരു അക്കൗണ്ടിൽ വേണമെന്ന് നിങ്ങൾ പറയാ. പുതിയ അക്കൗണ്ടിൽ വേണമെങ്കിൽ പറയാ. അതാണ് ഹോട്ടോട്ട്സ് ചാപ്റ്റർ. സ്കിൽ ഗെയിംസ് കളിക്കുന്നവരെ കളിക്കുക, നല്ല ഡ്രാഫ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് പണ്ടൊരു പ്രാവശ്യം വന്നാൽ ഞാൻ ആദ്യം കളിച്ചത് എൻ്റെ ജിയോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലായി. ജിയോൺ ആ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇവന്റ് വന്നായിരുന്നു. ആ ഇവന്റ് ഏതാണ് ഞാൻ മറന്നുപോയി. ആ ഇവന്റിന്റെ സെയിം ഫോർമാറ്റ് റൂട്ടോട്ട്സ് മാച്ച് കളിക്കുക. ഞാനിപ്പോൾ ഒരു ചുമ്മാ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ കളിക്കേണ്ടതെന്ന്. ജസ്റ്റ് ഒരു മാച്ച് ലാസ്റ്റ് വീഡിയോ ലൈസിന് മാച്ചും ആയേക്കാം, ഒരു VSS മാച്ച് ആയേക്കാം. ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് മാച്ച് ഗൈസ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് മാച്ച്, നിങ്ങളെ കാണിക്കുന്ന ലാസ്റ്റ് മാച്ച്. അതാണ് ഞാൻ ചിലപ്പം എല്ലാം കളിച്ചെന്നിരിക്കും, ചിലപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലായിരിക്കും ഗൈസ് ഇനി. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ടാക്കാൻ നല്ലപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ് FC മൊബൈലാണെന്ന് തോന്നുന്നു എനിക്ക്. അതേതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളൊന്ന് പറയാം ഗൈസ് കമൻറ്റ് ബോക്സിൽ. ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും തിരിച്ച് FC മൊബൈലുമായിട്ട്. അപ്പോൾ നിങ്ങൾ അതിനോട് വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്ക് FC ചാമ്പ്യനാണ്. 10 ചാറൊക്കെ അടിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ പോയി, ബിക്കോസ് OVR പ്രശ്നം അതാണ് മെയിൻ. FC മാനേജർ മോഡിലാണെങ്കിൽ നടക്കുന്നേ ഇല്ല, എല്ലാം തോറ്റ് പോവാണ്. എന്നാ പറഞ്ഞാൽ OVR ആണ് ഇഷ്യൂ. OVR ഫുൾ ഇഷ്യൂ ആണ്. പിന്നെ നമ്മുടെ എഡ്വേർഡ് കളിക്കാൻ പറ്റിയില്ല, അത് ഭയങ്കര പറ്റിപ്പോയില്ല. അതാണ് പണി കാര്യം, കളിക്കാനും പറ്റിയില്ല എഡ്വേർഡ്. ആ ഷോക്കായിപ്പോയി. സോറി ഫോർ ദാറ്റ് ഐസ്. അപ്പോൾ ആരോ നമുക്ക് ഗെയിം പ്ലേ നോക്കാം. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ആദ്യത്തെ ഗെയിം പ്ലേ ആണെന്ന്. നമ്മുടെ ഈ അക്കൗണ്ടിൽ ഗെയിം പ്ലേ ഞാൻ അധികം കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്തനോടാ വരാത്തെ സ്ലാഗ് അടിച്ചാണ് ചെറുതായിട്ട്. സുവാരസ് 2 അവിടെ ഞങ്ങൾ ഒപ്പത്തിൽ പോകാനല്ലോടാ. സുവാരസ് സുവാരസ് എന്നാ കാണിച്ച് ആടാ ഗോള്. ഞാൻ പറയാം, എൻ്റെ സ്ക്വാഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഗൈസ്. അറ്റാക്കിൽ നിന്ന് ബെസ്റ്റും മത്യോസ്കിനെയും ബെസ്റ്റും സീൻ കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് മത്യോസ്കിനെ വെച്ച് സ്റ്റെപ്പ് ഓർ എക്സിറ്റ് ഒക്കെ വെച്ച് പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ബെസ്റ്റിനെ അറിയാലോ, ഈ കളി അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് ഡിഫൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല, 118 OVR അല്ല, നമ്മുടെ നമ്മുടെ മക്ടോണമി. ആ സെറ്റ് കളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കാർഡ്, നല്ലൊരു ഡിഫൻഡും ഉണ്ട്, നല്ലൊരു അറ്റാക്കും കൊടുക്കുന്നുണ്ട്, നല്ല പാസിംഗ് ഉണ്ട്. അവനാണ് സീൻ കാർഡ് ഗൈസ്. പിന്നെ എനിക്ക് ഡിഫൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ്സാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഗബ്രിയൽ. പൊളി കാർഡാണ് ഗൈസ്. എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കും. മസ്റ്റ് ക്ലെയിം കാർഡാണ്, മസ്റ്റ് ക്ലെയിം കാർഡ്.
ഞാൻ അത്രയ്ക്ക് തീക്കാടാണ്. തീക്കാടെന്ന് പറഞ്ഞാൽ 3 തീക്കാട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊളിയാണ് ഗെയിം പ്ലേ ഒക്കെ. നല്ല ഗെയിം പ്ലേ ആണ് അതിന് കിട്ടുന്നത്. ഞാൻ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കാർഡ് വെച്ച് ഗൈസ്. പിന്നെ ഗോൾ കീപ്പർ കുഴപ്പമില്ലാത്തൊരു ഗോൾ കീപ്പർ. അന്ന് മോശമല്ല, എന്നാലും കൊള്ളൂല. നിങ്ങൾ പറഞ്ഞ പോലെ ഒരുമാതിരി ഒരു മിതം. ലാസ്റ്റ് ഗോളാണ് ഗൈസ്. ജയിച്ചെന്ന് തോന്നുന്നു. ഞാൻ ജയിച്ചെന്ന് തോന്നുന്നു. ജയിക്കണേ അവനില്ല. എടാ ഞാൻ അടിക്കുന്ന പോലെ അവനും അടിക്കണേ. ഇതെന്തുവാടാ നിങ്ങളെ ജയിച്ച് കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പറ്റിയില്ല. സാല, നിങ്ങളിത് കണ്ടോ, ഞങ്ങൾ തോറ്റില്ല. ഇനി ഇതൊക്കെ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ഇല്ല. ആ പോയിന്റ് 55 ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് വൗച്ചർ കിട്ടും. പിന്നെ റാങ്ക് അപ്പവും ജെംസും കിട്ടും. അത് എത്ര ടോക്കപ്പ് ഉണ്ടായി. പിന്നെ നമ്മൾ ഓരോ കളി ജയിക്കുന്നതിന് ഓരോ റിവാർഡ്സ് അൺലോക്ക് ആവും. 5 കളി കളിച്ചാൽ അവിടെ ബോള്, 10 കളി കളിച്ചാൽ കിറ്റ്, അങ്ങനെ പോവാണ്. 10 കളി കഴിയാൽ നമ്മൾ ജയിക്കണം. അതാണ് ഇഷ്യൂ. പറ്റൂല. നമ്മൾ ഒട്ടോട്ട് അപ്ഗ്രേഡ് ഉണ്ടായി. ഇതാണ് അപ്ഗ്രേഡ്. അതാണ് ഇത്രയും ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ ഞെക്കി കഴിഞ്ഞാൽ അവരുടെ എക്സ്ചേഞ്ച് ടാബിലോട്ട് പോകും. അത്യാവശ്യമൊന്നുമില്ല. അത്യാവശ്യം എക്സ്ചേഞ്ച് ടാബില്ല. അപ്പം നിങ്ങൾക്ക് ആർട്സ് ഒക്കെ നല്ല ആർട്സ് ആണ്. ഇപ്പോൾ ഗിബ്രിലിന് ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത കൊള്ളാന്നുണ്ടാ നോക്കടാ. പുതിയ പ്ലേ സ്റ്റൈൽസ് ഒന്നും ഉണ്ടായിരുന്നു. അതാണ് പുതിയ അപ്ഡേറ്റ്. പ്ലേ സ്റ്റൈൽ വേണ്ട പുതിയ ടൈപ്പ് പ്ലേ സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ പറയാം. എന്തോ പിന്നെ ആണെങ്കിൽ ഒരു ടൂർണമെന്റ് വന്നിട്ടുണ്ട്. വേൾഡ് ഗെയിം ടൂർണമെന്റ് എന്ന് പറഞ്ഞു നമ്മുടെ FC മൊബൈൽ വന്നിട്ടുണ്ട്. അത് കളിക്കുന്നവരൊക്കെ കളിച്ച വേൾഡ് കപ്പിന്റെ ഒരു ചെറിയൊരു മോഡലായിട്ടാണ് നമ്മൾ FC മൊബൈൽ അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് കളിച്ച് കഴിഞ്ഞാൽ വലിയ റിവാർഡ്സ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഒരു വേൾഡ് കപ്പ് കളിക്കുന്ന പോലെ കളിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആ അനുഭവം കിട്ടൂല ഗൈസ്. അതാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഉള്ള കാർഡ്സിനൊക്കെ നിങ്ങൾക്ക് റേറ്റിംഗ് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെയാണ് കാർഡ് എടുക്കണം എന്നൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ പറ്റൂല. പിന്നെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്നത്. ഇവന്റ് ടൈപ്പ് വന്നിരിക്കുന്നത്. വേറെ ഇവന്റ് ടൈപ്പ് വന്നിട്ടില്ല. ഒരു 4000 ജെംസ് ഉണ്ട്. നമുക്കൊരു പാക്കും കൂടെ തുറന്നാലോ ഗൈസ്. വെയിറ്റ് ഇത് തുറന്നാലോ? വേറെ വല്ലതും ഉണ്ടോ? ഡെയിലി റിസോഴ്സ് പാക്ക് ഉണ്ട്. ഇത് 2ാമത്തെ ദിവസമാണ്. ഞാൻ പറയാൻ വിട്ടു, ഇത് 2ാമത്തെ ദിവസമാണ്. എനിക്കാണെങ്കിൽ വ്യാഴാഴ്ച ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. വ്യാഴാഴ്ച ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നല്ല, വ്യാഴാഴ്ച ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു സ്ഥലം വരെ പോയി. അന്ന് വ്യാഴാഴ്ച ഫുൾ ബിസി ആയിപ്പോയി. പിന്നെ അപ്പോൾ ഞാനിപ്പം ഇത് വ്യാഴാഴ്ച അല്ല, ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഇപ്പം അന്നത്തെ ഡ്രാഫ്റ്റ് വൗച്ചറാണ്. അപ്പം 2 നമ്മുടെ 7 ഉണ്ട്. നമുക്കത് ക്ലെയിം ചെയ്യാം. അവിടെ ഇപ്പോഴും അതുപോലെ തന്നെ, ഇപ്പോഴും അത് 2 ഉണ്ട്. അടുത്ത ഡ്രാഫ്റ്റ് ഹിയർ വി ഗോ. അതും ഇത് എന്നാ പരിപാടി? ഇത് ചുമ്മാ മനുഷ്യനെ കൊടുക്കുന്ന ചോറ എന്തുവാണ് ഗൈസ് ഇതൊക്കെ അല്ലേ ഗൈസ്. നമ്മൾ ഉട്ടോട്സ് ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്നവരൊക്കെ എടുത്തു ഗൈസ്. 13 ദിവസത്തേക്കുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് ആദ്യത്തെ ദിവസം കളിക്കാൻ പറ്റിയില്ല. 2ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ഞാനിത് കംപ്ലീറ്റ് ആയി. നമുക്ക് അന്ന് 110 തൊട്ട് 120 പാക്ക് വർക്ക്. ഇതിനൊക്കെ നല്ലത് കിട്ടൂടാ. എന്നിട്ട് ഞാനാണെങ്കിൽ ആ ഡ്രാഫ്റ്റ് പറഞ്ഞിട്ട് ഒരു ഉണ്ടായി കിട്ടിയില്ല. എന്തുവാടാ ഇതൊക്കെ? ഇറ്റലി, റൈറ്റ്മെന്റ്, പിന്നെന്താ കാലഗരി ആടാ 105. അതെനിക്ക് യൂസ്ഫുൾ ആയി. എനിക്ക് 105 ഒരു 116 മാത്രം മതി. എനിക്ക് എൻ്റെ ഗബ്രിയലിന് എടുക്കാം പറ്റുമെന്ന് പറഞ്ഞാൽ കിട്ടിയാൽ മതിയായിരുന്നു. ദൈവമേ, നമുക്ക് ജെംസ് ക്ലെയിം ചെയ്യാനുണ്ട്. കളിച്ച് ക്ലെയിം ചെയ്യട്ടെ. 3000 കിട്ടുമോ? 3000 സ്റ്റാർ പാസും 5 സ്റ്റാർ പാസ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് സ്റ്റാർ പാസ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഞാനാണെങ്കിൽ കുറേ ദിവസം ഓഫ്ലൈൻ പോയി. അതാണ് പറഞ്ഞത്, ഞാൻ പറയാൻ വിട്ടുപോയി. FC മൊബൈൽ ഞാൻ കുറേ ഇന്നാക്റ്റീവ് ആയിപ്പോയി. കുറച്ച് ദിവസത്തേക്ക് ബോറടിച്ചതല്ല. നമുക്ക് കുറച്ച് വേറെ ഗെയിംസൊക്കെ ട്രൈ ആയില്ലേ. അതിൻ്റെ വീഡിയോസ് എടുക്കുന്നതും അങ്ങനത്തെ കുറേ തിരക്കായിപ്പോയി. സോറി ഫോർ ദാറ്റ്. നമുക്ക് 115 116 മേടിക്കാൻ വേണ്ടി കാശുണ്ടോ നോക്കട്ടെ. 1200 1200 ഇപ്പം കിട്ടും. നോക്കിയിരുന്നു 1200 ഇപ്പം കിട്ടും കേട്ടോ. നോക്കിയിരുന്നു ആയിസ്. എടാ കിട്ടൂല. ഏറ്റവും ചീപ്പസ്റ്റ് 2000 സംതിങ്. അവനെ കിട്ടിയാലേ പറ്റൂ. 2500 കുറഞ്ഞൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെ 7500 കുറഞ്ഞൊന്നുമില്ല. നോക്കണ്ട. അത് ഞാനൊരു കാര്യം പറയാൻ കഴിച്ചത് കാണിച്ചു തരാം. ഈ സൈനിങ്സിൽ ഒരു 118 സെൻട്രൽ മിഡ് പോലും വന്നിട്ടില്ല. ഒരു 118ന്റെ ഒരു സെൻട്രൽ മിഡ് CM സെൻട്രൽ മിഡ് വന്നിട്ടേ ഇല്ല. അത് വന്നിരുന്നെങ്കിൽ നല്ലൊരു കാർഡ് എടുക്കായിരുന്നു. 116 മാറ്റി സമ്മതിക്കൂല. ഗരീനല്ലല്ലോ ഇവൻ കൊണ്ടുവരൂല.
SUV കൊണ്ടുവരുമില്ല അതൊക്കെ ഒന്ന് അയ്യോ ഞങ്ങൾക്ക് 118 ഗൈസ്. അങ്ങനെ നിങ്ങൾ അതൊക്കെ കാർഡ്സൊക്കെ എടുത്തെന്ന് നിങ്ങൾ പറയുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ആ റിവ്യൂസൊക്കെ വേണമെങ്കിൽ റിവ്യൂസൊക്കെ നല്ലതാണെങ്കിൽ പറയാം ഗൈസ്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഗൈസ് നല്ലതാണോ നിങ്ങളുടെ അടുത്ത് കാർഡ്സ് കൊള്ളാവുമെന്ന്. പിന്നെ ഇവ മാത്രമുണ്ട് ഇച്ചിരി ചീപ്പസ്റ്റ് ആയിട്ടുള്ള 190, പക്ഷെ അവന് 3 സ്റ്റാർ വീക്ക് ഫുട്ടുള്ളൂ, കൊള്ളൂല. അപ്പം ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അപ്പം സീ യു ട്യൂൺഡ്. ബൈ ഗൈസ്.